ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ SSLC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നാളെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാം നടക്കാനിരിക്കുക. ആ സോഷ്യൽ സയൻസ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചൊരു ടോപ്പിക്കാണെന്ത്, ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിനും അതിന് മുമ്പത്തെ തവണത്തെ പബ്ലിക് എക്സാമിനും അടുപ്പിച്ച് 2 തവണ ടൈം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ചിലപ്പം ചോദിച്ചേക്കാം, ചോദിക്കാതെയും ഇരുന്നേക്കാം. ഓക്കെ, സെറ്റാണല്ലോ. സോ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതിൽ എല്ലാവരോടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരാൻ പറ്റുക. കാരണം ഇന്നലത്തെ ലൈവിലും മിഞ്ഞാന്നത്തെ ലൈവിലുമായിട്ട് നമ്മൾ ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇന്ന് എന്താണ് നമ്മുടെ മാരത്തോൺ ആണെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിലെയും മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതായത് മാപ്പിൻ്റെ വീഡിയോ ഉണ്ട്, ഗ്രിഡിൻ്റെ വീഡിയോ ഉണ്ട്, ഹിസ്റ്ററി എസ്സേ, ജോഗ്രഫി എസ്സേ, അങ്ങനെ ഒരുപാട് വീഡിയോസും അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കാണണം. സെറ്റാണല്ലോ, റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താടാ, ടൈം കാൽക്കുലേഷൻ അഥവാ സമയനിർണ്ണയം. അപ്പോൾ മക്കളെ, ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ അഥവാ സമയം കണക്കാക്കാൻ നമ്മൾ 3-4 കാര്യങ്ങൾ നമ്മൾ ബേസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോ, ഈ കാര്യം നമ്മൾ ബേസ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ് ആണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര? 4 മിനിറ്റ് അഥവാ 4 മിനിറ്റ് എടുക്കുക. നമുക്ക് റൊട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണല്ലേ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് എന്ത് റൊട്ടേഷൻ അഥവാ ഭ്രമണം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി 4 മിനിറ്റ് എടുക്കുന്നു. വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യും? കുറയും. അതായത് നമ്മൾ ശ്രദ്ധിക്കണേ, ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സമയം എന്ത് ചെയ്യും? കൂടും. ഈ 3 കാര്യങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസ് ആയിട്ട് എടുക്കുന്ന എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ സമയം കണക്കാക്കാനുള്ള ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന മിനിറ്റ് എത്രയാണ്? 4 മിനിറ്റ്. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര മിനിറ്റ് എടുക്കുന്നു? 4 മിനിറ്റ് എടുക്കുന്നു. ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അതായത് ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി അഥവാ ഗ്രീനിച്ച് രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്ത് കുറയുന്നു? സമയം കുറയുമ്പോൾ ഗ്രീനിച്ച് രേഖയുടെ ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് എന്ത് കൂടുന്നു? സമയം കൂടുന്നു. ശ്രദ്ധിക്കണേ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റ് സൈഡിലേക്ക് എന്ത് കുറയുന്നു? ടൈം കുറയുന്നു. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് എന്ത് കൂടുന്നു? ടൈം കൂടുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. പിടിച്ചോ, ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇങ്ങനെയാണ് ഒരു തവണ പബ്ലിക് എക്സാം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഫ് ദ ടൈം അറ്റ് ഗ്രീനിച്ച് ഈസ് 9 AM then calculate the time at ഗ്രീനിച്ചിലെ സമയം രാവിലെ 9 മണിയാണെങ്കിൽ താഴെ പറയുന്ന രേഖാംശങ്ങളിലെ സമയം കണക്കാക്കുക. ഏതൊക്കെയാണ് നമ്മുടെ സമയം കണക്കാക്കാൻ പറഞ്ഞത്? 90 ഡിഗ്രി ഈസ്റ്റും 45 ഡിഗ്രി വെസ്റ്റും, 90 ഡിഗ്രി കിഴക്കും 45 ഡിഗ്രി പടിഞ്ഞാറും. ഇത് രണ്ടിലെയും ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മളോട് തന്ന ക്വസ്റ്റ്യൻസ് എന്തുണ്ട്? ക്വസ്റ്റ്യൻ എന്താ? ഗ്രീൻവിച്ച് അഥവാ 0 ഡിഗ്രിയിലെ ടൈം എത്രയാണ്? 9 AM. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താടാ, 0 ഡിഗ്രി അഥവാ ഗ്രീനിച്ച് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രി ആണല്ലേ. 0 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രൈം മെറിഡിയൻ കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്, ഗ്രീനിച്ചിനെ വിളിക്കുന്നുണ്ട് അല്ലേ. ആ 0 ഡിഗ്രി 0 ഡിഗ്രിയിലെ ടൈം എത്രയാടാ? 9 AM ആണ്. അപ്പോൾ 0 ഡിഗ്രി എന്ത് വിളിക്കുന്നു? ഗ്രീൻവിച്ച് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമോ. വൈ ഗ്രീൻവിച്ച് ലൈൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ? എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടാ. വൈ ഗ്രീനിച്ച് ലൈൻ ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ? ഗ്രീനിച്ച് രേഖയെ എന്തുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്? ഇതിന് ആൻസർ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഗ്രീനിച്ച് അഥവാ 0 ഡിഗ്രിയിലെ ടൈം എത്രയാടാ? 9 AM ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കാണാൻ പറയുന്നത് 2 സ്ഥലത്തെ സമയമാണ്. ഒന്ന് എത്രയാടാ? 45 ഡിഗ്രി. എത്രയാ? 45 ഡിഗ്രി വെസ്റ്റ് അഥവാ പടിഞ്ഞാറ്. അടുത്ത എത്രയാടാ? 90 ഡിഗ്രി ഈസ്റ്റ്, 90 ഡിഗ്രി കിഴക്ക് അല്ലേ. ഈ 2 സ്ഥലത്തെയും ടൈം കാണാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് തന്ന ടൈം എത്രയാടാ? 0 ഡിഗ്രിയിലെ ടൈം എത്രയാ? 9 AM അല്ലേ. നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? 0 ഡിഗ്രി, അതായത് ഗ്രീനിച്ച് രേഖയിലെ ടൈം നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 9 മണിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ലോഞ്ചിറ്റ്യൂഡിലെ ടൈം തരും. ഇവിടെ തന്നത് എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈമാടാ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈമാണല്ലേ. ഇവിടെ തന്നത് എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈമാണ്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ 0 ഡിഗ്രി രേഖാംശ ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ടൈം കാൽക്കുലേഷൻ്റെ ഈ ടൈപ്പ് ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിലും ഏതെങ്കിലും ഒരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശത്തിൻ്റെ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യും? തരും. ഇവിടെ തന്നത് എത്രയാടാ? 0 ഡിഗ്രിയിലെ ടൈമാണല്ലേ. അപ്പോൾ 0 ഡിഗ്രിയിലെ ടൈം എത്രയാണ്? 9 മണി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ 0 ഡിഗ്രി നിങ്ങൾക്ക് ടൈം തന്ന ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾക്ക് ടൈം കാണേണ്ട ലോഞ്ചിറ്റ്യൂഡ്, നമുക്ക് ടൈം കാണേണ്ട എവിടുത്തെ ലോഞ്ചിറ്റ്യൂഡ് 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ 90 ഡിഗ്രി കിഴക്കിലെ സമയമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 0 ഡിഗ്രി ടൈം തന്നു, നിങ്ങൾക്ക് ടൈം കാണേണ്ടത് എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലെ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ ഈ 0 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 90 ആണ് അല്ലേ. 0 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 90 ആണ്. ഇനിയിപ്പോൾ 0ക്ക് പകരം നിങ്ങൾ ശ്രദ്ധിക്കണം, 0ക്ക് പകരം 10 ആണ് തന്നെങ്കിൽ 10 ഉം 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാ?
180 ആണ്. ഞാൻ 0ക്ക് പകരം 30 ആണ് തന്നതെങ്കിൽ 30 9 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 60 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നിങ്ങളുടെ പരിപാടി എന്താണ്? നിങ്ങൾക്കൊരു ഡിഗ്രിയിലെ ടൈം തരും. ആ ഡിഗ്രിയും നിങ്ങൾക്ക് ടൈം കാണുന്ന ഡിഗ്രിയും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ടൈം തന്ന ഡിഗ്രിയും അതേപോലെ നിങ്ങൾക്ക് ടൈം കാണുന്ന ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണാം. അതാണ് ഫസ്റ്റ് പരിപാടി. ശ്രദ്ധിക്കണേ, അപ്പോൾ ഈ 0 90 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 90 അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഒരു ഡിഗ്രിയിലെ ടൈം ഉണ്ടാവും, നിങ്ങൾ ഒരു ഡിഗ്രിയിലെ ടൈം കാണാൻ ഉണ്ടാവും. അപ്പോൾ തന്ന ഡിഗ്രിയും കാണുന്ന ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം കാണാം. അപ്പോൾ 0 90 തമ്മിലുള്ള വ്യത്യാസം എത്ര? 90. അത് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? വി ആർ മൾട്ടിപ്ലൈങ് വിത്ത് 4. ബിക്കോസ് എന്താ റീസൺ എന്താ? ബിക്കോസ് എർത്ത് ഒരു ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ്. അപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 90 × 4 എത്രയാണ്? 360. അപ്പോൾ നമ്മളിവിടെ 90 എടുക്കാനുള്ള കാരണം എന്താ? 0 ഡിഗ്രിയും 90 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 90. അപ്പോൾ നമ്മൾ ആദ്യം വ്യത്യാസം കാണണം. നമുക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് ഒരു ഡിഗ്രിയിലെ സമയം തരും, മറ്റൊരു ഡിഗ്രിയിലെ സമയം നമ്മളോട് കാണാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വ്യത്യാസം കണ്ടിട്ട് അതിന് എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 90 × 4 360. ഈ 360 എന്ന് പറഞ്ഞാൽ എന്താ? മിനിറ്റാണ്. ആ മിനിറ്റ് നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും? 60 കൊണ്ട് ഹരിക്കും. ശ്രദ്ധിക്കണം, 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിനിറ്റാണ്. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? 60 കൊണ്ട് ഹരിക്കും. ആ 360 ഡിവൈഡ് ബൈ 60 എത്രയാണ്? 6. അപ്പോൾ 6 കിട്ടി. ഈ ശ്രദ്ധിക്കുക, ഈ ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്താണ് എന്ത് നിൽക്കുന്നത്? 90 ഡിഗ്രി നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയാണ്? 9. ആ 9നോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ 6 അങ്ങോട്ട് കൂട്ടുമ്പോൾ 15 കിട്ടും. 15 മണി എന്ന് പറഞ്ഞൊരു മണി ഉണ്ടോ? ഉണ്ട്. അത് റെയിൽവേ ടൈമാണ് അല്ലേ? ശരിക്കും 15 മണി എന്ന് പറഞ്ഞ റെയിൽവേ ടൈം എത്രയാടാ? ഉച്ചയ്ക്ക് 3 മണിയാണ് അല്ലേ? ഉച്ചയ്ക്ക് 3 മണിയാണ്. അപ്പോൾ ഗ്രീൻവിച്ചിൽ രാവിലെ 9 മണിയാകുമ്പോൾ 90 ഡിഗ്രി ഈസ്റ്റ് അഥവാ 90 ഡിഗ്രി കിഴക്കിലെ സമയം എത്രയാണ്? വൈകിട്ട് 3 മണി. എത്രയാണ്? വൈകിട്ട് 3 മണി. പഠിച്ചു വെക്കണം. വൈകിട്ട് എത്രയാടാ? 3 മണി. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ തന്ന എത്രയാണ്? ഗ്രീനിച്ചിലെ ടൈം തന്നിട്ടുണ്ട്. ആ ഗ്രീനിച്ചും നിങ്ങൾക്ക് ഒരു ഡിഗ്രിയിലെ ടൈം കാണാൻ പറയും. അത് നമ്മളുടെ വ്യത്യാസം നോക്കുക. അതിന് 4 കൊണ്ട് ഗുണിക്കുക. എന്ത് ചെയ്യുക? 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 6 കിട്ടും. അതിനെന്ത് ചെയ്യുക? ഈ 9 + 6 അതായത് ഈസ്റ്റിലേക്ക് കിഴക്കോട്ടേക്ക് ആനകൊന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കൂട്ടിയത്. പടിഞ്ഞാറേക്കാണ് നമ്മൾ എന്ത് ചെയ്യും? വെസ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, 9 + 6 15. 15 പറഞ്ഞാൽ എത്രയാണ്? റെയിൽവേ എന്താ? ഉച്ചയ്ക്ക് 12 മണി എത്രയാണ്? ഉച്ചയ്ക്ക് 1 മണിക്ക് റെയിൽവേ എത്ര പറയുക? 13 മണി. ഉച്ചയ്ക്ക് 2 മണിക്ക് റെയിൽവേ എന്താ പറയുക? 14 മണി. ഉച്ചയ്ക്ക് 3 മണിക്ക് റെയിൽവേ എന്താ പറയുക? 15 മണി, 16 മണി, 17 മണി, അങ്ങനെ 24 മണി വരെ എവിടെയുണ്ട്? റെയിൽവേ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു നോക്കുക. ഇനി അതേപോലെ വെസ്റ്റ് ഈസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വെസ്റ്റും. എന്ത് ചെയ്യുക? ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നിങ്ങൾക്ക് ടൈം തന്ന ഡിഗ്രി നിങ്ങൾക്ക് കാണിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം 0-45 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 45. അതിന് എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 45 ഗുണിക്കുക 4 എത്രയാണ്? 180 ആണ്. ആ 180 എത്ര കൊണ്ട് ഹരിക്കണം? 60 കൊണ്ട് ഹരിക്കണം. നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇനി ഈ ഗ്രീൻവിച്ചിന്റെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്താണ് ആര് നിൽക്കുന്നത്? 45 നിൽക്കുന്നത്. ഗ്രീൻവിച്ചിന്റെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്താണ് ആര് നിൽക്കുന്നത്? 45 നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രീൻവിച്ചിൽ നിന്ന് 3 മണിക്കൂർ കുറയ്ക്കുന്നു. കുറയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും? 6 AM എന്ന് കിട്ടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷൻ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? വേറെ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടാകും. ഏത് മെത്തേഡ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പല മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ടീച്ചേഴ്സ് സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചേഴ്സോ പറഞ്ഞാൽ ആ മെത്തേഡാണ് നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പമായിട്ട് തോന്നുന്നെങ്കിൽ അതും ചൂസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചെയ്താലും പബ്ലിക് എക്സാം നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ ആരുടെ മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. പക്ഷേ എങ്ങനെ ചെയ്താലും പബ്ലിക് എക്സാം എന്ത് ചെയ്താൽ നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വെസ്റ്റ് പടിഞ്ഞാറിലെയും കിഴക്കിലെയും എന്ത് കണക്കാക്കുക? ടൈം കണക്കാക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഈസ് പ്ലേയിങ് അറ്റ് ഇംഗ്ലണ്ട് അറ്റ് 8 AM. അറ്റ് വാട്ട് ടൈം വിൽ ബി ടെലികാസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിക്ക് നടക്കുന്നു. ഇന്ത്യയിൽ അത് ഏത് സമയത്താണ് സംപ്രേഷണം ചെയ്യുക? ശ്രദ്ധിക്കണേ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണ്? 0 ഡിഗ്രി. കാരണം ഈ ഗ്രീൻവിച്ച് ശ്രദ്ധിക്കണേ, 0 ഡിഗ്രി വിളിക്കുന്ന പേരാണെന്ത്? ഗ്രീൻവിച്ച് അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ നമ്മൾ വിളിക്കില്ല. ഈ ഗ്രീൻവിച്ച് ഏത് രാജ്യത്തൂടെ കടന്നു പോകുന്നത്? ഇംഗ്ലണ്ടിലൂടെയാണ്. ശ്രദ്ധിക്കണേ, ഇംഗ്ലണ്ടിലൂടെയാണ് ഏത് രേഖ കടന്നു പോകുന്നത്? ഗ്രീനിച്ച് രേഖ. ശ്രദ്ധിക്കണേ, ഇംഗ്ലണ്ടിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. ഇംഗ്ലണ്ടിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലണ്ടും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാടാ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ചോ, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്കാണെന്ന് ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പോൾ നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം, കാരണം ഈ ഗ്രീൻവിച്ചും അതേപോലെ ഇന്ത്യയുടെ മാനക രേഖാംശം തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? +5:30. നമുക്ക് ആദ്യം പഠിച്ചു വെച്ചാൽ ഇത് ഓർത്ത് വെക്കണേ. ഗ്രീൻവിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസത്തിന് +5:30. അപ്പോൾ ഗ്രീൻവിച്ച് പറഞ്ഞാൽ എന്താ? ഇംഗ്ലണ്ടിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള സമയം എത്രയാണ്? +5:30. ശ്രദ്ധിക്കണം, അതായത് ഗ്രീൻവിച്ചും ഇന്ത്യയും തമ്മിലുള്ള സമയ വ്യത്യാസത്തിന് +5:30 ആണ്. ഈ ഗ്രീൻവിച്ച് പറഞ്ഞാൽ ഏത് രാജ്യത്തൂടെ കടന്നു
പോകുന്നത് ഇംഗ്ലണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടൈം വ്യത്യാസം എത്രയാണ്? +5:30 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഗ്രീൻവിച്ചിൽ രാവിലെ 8 മണിക്കാണ് എന്ത് നടക്കുന്നത്? ഗ്രീൻവിച്ചിൽ രാവിലെ 8 മണിക്കാണ് എന്ത് നടക്കുന്നത്? ക്രിക്കറ്റ് മത്സരം അല്ലേ. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ എത്ര മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന അറിയാൻ എന്ത് ചെയ്യണം? +5:30 കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? 13:30 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താ? 1:30 PM. ഇന്ത്യയിൽ ഉച്ചയ്ക്ക് 1:30ക്കാണ് എന്ത് ചെയ്യുക നമുക്ക് ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിക്ക് നടക്കുന്ന ഈ ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താടാ ഇന്ത്യയും ഗ്രീൻവിച്ചും ശ്രദ്ധിക്കണം. അതായത് 0 ഡിഗ്രി എന്നാണ് ഗ്രീൻവിച്ച് ഇറങ്ങിയ ഏത് രാജ്യത്താ? ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടും ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? +5:30. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? +5:30 ആണ്. അപ്പോൾ ഈ +5:30 ഉണ്ടാകുന്നത് ബാക്കി പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ +5:30 അപ്പം ഇംഗ്ലണ്ടിൽ രാവിലെ 8 മണിയാണെങ്കിൽ അത് ഇന്ത്യയിൽ എത്ര മണിയായിരിക്കും ആ സമയത്ത്? അപ്പോൾ ഇംഗ്ലണ്ടിൽ 8 മണിയോട് എന്ത് ചെയ്യുക? +5:30 കൂട്ടി 1:30 കിട്ടും. അപ്പോൾ 1:30ക്കാണ് എന്ത് ചെയ്യുക? നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഈ ഒരു മത്സരം ഇന്ത്യയിൽ കാണാൻ പറ്റുക. പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ, കഴിഞ്ഞ തവണ പബ്ലിക് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 11 AM, then what will be the time at Greenwich? ഇന്ത്യയിലെ മാനക സമയം 11 മണിയാണെങ്കിൽ ഗ്രീനിച്ചിലെ സമയം എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചോ. അതായത് ഇന്ത്യയിലെ സമയം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇവിടുത്തെ സമയം എത്രയാണ്? 11 മണി അല്ലേ. എത്രയാണ്? 11 മണിയാണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞ ഇവിടുത്തെ സമയം ഗ്രീൻവിച്ച് ടൈം നമ്മളോട് കാണാൻ പറയാം. നമുക്കറിയാം ഇന്ത്യയും ഗ്രീൻവിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? +5:30 ആണ്. അതായത് ശ്രദ്ധിക്കണം, ഗ്രീൻവിച്ച് നിന്ന് ഇന്ത്യയിലേക്കുള്ള ടൈം ഡിഫറൻസ് എത്രയാടാ? +5:30. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗ്രീൻവിച്ചിലേക്കുള്ള സമയം എത്രയായിരിക്കും? ഗ്രീൻവിച്ച് നിന്ന് ഇന്ത്യയിലേക്ക് എത്രയാണ്? +5:30 ആണെങ്കിൽ ഇന്ത്യയിൽ ഗ്രീൻവിച്ചിലേക്ക് എത്രയായിരിക്കും? -5:30. ഇന്ത്യയിൽ നിന്ന് ഗ്രീൻവിച്ചിലേക്ക് എത്രയായിരിക്കും? -5:30 ആയിരിക്കും. എന്ന് വെച്ചാൽ എത്രയാണ് അല്ലേ? ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പറയും ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയിലെ സമയം രാവിലെ 11 മണിയാണെങ്കിൽ ഗ്രീനിച്ചിലെ ടൈം എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ സമയം 11 മണിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രീനിച്ചിലെ ടൈം കാണണമെങ്കിൽ ഇന്ത്യയിലെ സമയത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? ഗ്രീനിച്ചിലെ സമയം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ടൈം 11 മണിയാണ്, അത് എന്ത് കുറയ്ക്കണം? 5:30. അതായത് ഗ്രീനിച്ചിലെ ടൈം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 11 5:30 കുറച്ച് എത്ര കിട്ടും? 5:30 AM എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടും? 11 5:30 കുറച്ച് 11 മണിയിൽ നിന്ന് 5:30 മണിക്കൂർ നമ്മൾ കുറച്ച് എത്ര കിട്ടും? 5:30 AM എന്ന് കിട്ടും. 11 മണിയിൽ നിന്ന് 5:30 മണിക്കൂർ നമ്മൾ കുറച്ച് നമുക്ക് എത്ര കിട്ടുക? 5:30 AM എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ടൈം തന്നിട്ട് ഇന്ത്യയിലെ ടൈം കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രീനിച്ചിലെ ടൈം തന്നിട്ട് ഇന്ത്യയിലെ ടൈം കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഗ്രീനിച്ചിലെ ടൈമിനോട് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക? 5:30 മണിക്കൂർ കൂട്ടുക. ഇനി ഇന്ത്യയിലെ ടൈം തന്നിട്ട് ഗ്രീനിച്ചിലെ ടൈമാണോ കാണാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക? ഇന്ത്യയിലെ സമയത്തോട് 5:30 മണിക്കൂർ കുറയ്ക്കുക. ശ്രദ്ധിക്കണേ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഗ്രീനിച്ചിലെ ടൈം തന്നിട്ട് ഇന്ത്യയിലെ ടൈമാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഗ്രീനിച്ചിലെ ടൈമിനോട് 5:30 മണിക്കൂർ നിങ്ങൾ കൂട്ടണം. ഇനി ഇന്ത്യയിലെ ടൈം തന്നിട്ട് ഗ്രീനിച്ച് അഥവാ ഇംഗ്ലണ്ടിലെ സമയമാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞെങ്കിലോ ഇന്ത്യയിലെ ടൈമിൽ നിന്ന് 5:30 മണിക്കൂർ നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു ആലോചിച്ചൊക്കെ ഇന്ത്യയിലെ സമയത്ത് നിന്ന് ഇന്ത്യയിലെ സമയം തന്നിട്ട് നിങ്ങളോട് ഗ്രീനിച്ചിലെ ടൈം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ സമയത്തോട് ഗ്രീനിച്ചിലെ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? റെഡി ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി ഒരുപാട് ഷോർട്ട് വീഡിയോസ്, ഗ്രിഡിൻ്റെയും മാപ്പിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. എസ്സേയുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാം. ഓക്കെ. അപ്പോൾ ടൈം കാൽക്കുലേഷൻ സെറ്റ് ആയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം അവർക്കും ടൈം കാൽക്കുലേഷൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്തിട്ട് പഠിക്കട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ 5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് എത്തുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ ഒരൊറ്റ ബേസിക് ആയുള്ള ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കട്ടോ. ശ്രദ്ധിക്കണം, ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ടൈം കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇപ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം, 0യുടെ ടൈം തന്നെ തരണമെന്നില്ല. വേറെ ഏത് ലോഞ്ചിറ്റ്യൂഡ് ടൈം വേണമെങ്കിൽ തരാം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അപ്പം ലൈവിൽ കാണാം. അതിലേക്കും ബൈ.